മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മറുപടി വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലാകണം എന്നുള്ളത് കൊണ്ടാകും നിങ്ങൾക്കൊന്നും ആ മറുപടി തൃപ്തികരമല്ലാതായി മാറിയത്. മുഖ്യമന്ത്രി എന്തോ ഭീരുവിനെ പോലെ മഹാമൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന വാദങ്ങളാണ് അവിടെ നിന്ന് തുടങ്ങിയത് ഇവിടം വരെ കേട്ടിരുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് കോവളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒരു മറുപടി അർഹിക്കാത്ത കാര്യത്തിന് ഖണ്ഡമായി ഇങ്ങനെ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നതിലാണ് തെറ്റ്. ഇക്കാര്യത്തിൽ RSSന്റെ സഹായം ആവശ്യമില്ല CPIM-ന് എന്ന് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ ഒരു വ്യക്തിയാണ് വന്നതെന്ന് പറയുന്നത്. അതുപോരാ, വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഖണ്ഡശ ഉപന്യാസം പോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനപ്പുറം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറം ഒരു വിശദീകരണം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായ ബോധ്യത്തോടെയാണ് മുഖ്യമന്ത്രി വന്നു നിന്നത്. കാരണം ആ മൈക്ക് ഓപ്പറേറ്ററോടൊക്കെയുള്ള ലൈറ്റർ നോട്ടൊക്കെ അവിടെ തന്നെ നമ്മൾ കാണുകയും ചെയ്തല്ലോ. അതായത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് വന്ന് നിൽക്കുന്നതോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. മൈക്ക് ശരിയാക്കാൻ വേദിയിൽ തന്നെയുള്ള ആൾ വന്ന് ശരിയാക്കുന്നു. ഒരു രോഷം പിടിച്ച് രോഷാകുലനായ ഒരു മുഖ്യമന്ത്രി വന്ന് എല്ലാവരും വിമർശിക്കുന്നതിനോട് തിരിച്ച് അതേ രോഷത്തോടെ ഒരു രോഷപ്രകടനം നടത്തിപ്പോകും എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയെന്നാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഉള്ളടക്കത്തിലേക്ക് വരാം. CPIM-ന് RSSനെ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ശരിയാണ്. CPIM-ന് RSSനെയോ RSSന് CPIM-നെയോ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. രണ്ടും രണ്ട് പ്രസ്ഥാനങ്ങളാണ്. പരസ്പരം പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരൊക്കെയാണെന്നും വോട്ടിന് വേണ്ടി ആരൊക്കെ ആരെയാണ് പ്രീണിപ്പിക്കുന്നതെന്നും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശിലായാലും കേരളത്തിലായാലും ഒക്കെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ 18 സീറ്റ് വാങ്ങിയ ഒരു മുന്നണിയുടെ പേര് UDF എന്നാണ്, LDF എന്നല്ല. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതിൽ ആരാണ് വിജയിച്ചത് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് ശരിയാണ്. എന്നാൽ RSSന്റെ ഒരു നേതാവിനെ, സാർ നേരത്തെ പറഞ്ഞതുപോലെ സംഘി നേതാവല്ല അദ്ദേഹം, RSSന്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയാണ്. അദ്ദേഹത്തെയാണ് പോയി ADGP കണ്ടതായി ആരോപണം ഉയർന്നത്. എന്തായാലും ഇപ്പോൾ സീതാറാം യെച്ചൂരിയൊന്നും അങ്ങ് കമ്മി നേതാവെന്ന് വിളിക്കില്ലല്ലോ. അങ്ങ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്തെങ്കിലും വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പദവി തന്നെ പറഞ്ഞ് സംസാരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നില്ല. അതിന് ചില കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ തള്ളി പറഞ്ഞാൽ എന്തായിരിക്കും അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്? ADGP MR അജിത് കുമാറിന് അറിയാത്ത എന്ത് രഹസ്യമാണ് ആ ഉപജാപകശാലയിൽ ഉള്ളത്? അതുകൂടി നമ്മൾ കാണേണ്ടതല്ലേ? ADGP MR അജിത് കുമാറിനും P ശശിക്കും അറിയാത്ത എന്ത് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ളത്? ആ ഒരു ലാർജർ പിക്ചറിലേക്ക് കൂടി നമ്മൾ പോകണം. അതായത് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നയാളിൽ നിന്ന് നമുക്ക് ഷോക്ക് ഏൽക്കും എന്നുണ്ടെങ്കിൽ തൊടുവോ നമ്മൾ മാറി നിന്നങ്ങ് പോവുകയുള്ളൂ. അതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ADGP MR അജിത് കുമാറിനെ ഭയമില്ല, അല്ലെങ്കിൽ ADGP MR അജിത് കുമാറിന് അറിയാവുന്ന, ഞാൻ വ്യക്തിയെ ഭയമെന്നല്ല, ADGPക്ക് അറിയാവുന്ന MR അജിത് കുമാറിന് ആ പൊസിഷനിലിരിക്കുമ്പോൾ പല സീക്രട്സും അറിയാം. അതൊക്കെ ഓർത്തിട്ടുള്ള ഒരു ഭയം അലട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കില്ല ഒരാളെ മാറ്റാൻ, ആ പദവിയിൽ നിന്ന് മാറ്റാൻ ഇത്രയും സമയം എടുക്കില്ല എന്നുള്ളത് കേരളത്തിൽ ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞ കാര്യമാണ്. അത് CPIM-ന്റെ സൈബറിടങ്ങളിൽ CPIM-നെ അനുകൂലിക്കുന്ന ആളുകൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ തിരിയുകയാണ്. മുഖ്യമന്ത്രിക്ക് പഴയതുപോലെ, പിണറായി വിജയന് പഴയതുപോലെ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ, ശക്തനായ നേതാവിനെതിരെ സംസാരിക്കാൻ ആളുകൾ തയ്യാറായി വരികയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് RSSകാർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്, കൊലപ്പെടുത്തിയത് CPM-കാരെയാണ്. അതൊക്കെ രാഷ്ട്രീയ ശരികളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. ഈ കൊലപാതകത്തിന്റെ കണക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും BJP-യും പറയാറുണ്ട്, CPIM-ഉം പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതും കൊല്ലിച്ചതും ഒക്കെ പറയാറുണ്ട്. ആ കൊലപാതകത്തെ ഒന്നും ഞാൻ എന്തായാലും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം ആ പറഞ്ഞതും അവിടെ നിൽക്കുകയാണ്. ഇനി K. സുധാകരനെ വെച്ചുകൊണ്ട്, K. സുധാകരൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്നുള്ളത് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എടക്കാട്, തോട്ടട മേഖലകളിൽ RSS ശാഖകൾ CPIM തകർക്കാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ കാവൽ നിന്നു എന്നുള്ള ആ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗ ഭാഗങ്ങൾ ഇതിനു മുൻപ് നമ്മൾ പലതവണ കണ്ടതാണ്. അതുകൊണ്ട് അതിനകത്ത് നത്തിങ് ന്യൂ. ഇവിടെ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറം പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അദ്ദേഹം തയ്യാറാക്കിയ പ്രസംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ADGP RSSന്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതൊരു രഹസ്യ കൂടിക്കാഴ്ച, പ്രൊവൈഡഡ്, അങ്ങനെ തന്നെ വെക്കൂ. എന്നാൽ പോലും ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി വെൽ ഇൻഫോംഡ് ആണ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ മാധ്യമങ്ങളിലൂടെ, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതാണ്, മാധ്യമങ്ങളിലൂടെ വരുന്നതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ
മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണ്. ഒരുപക്ഷേ എം ആർ അജിത് കുമാറുമായും സംസാരിച്ചിട്ടുള്ളതുമാകാം. അതുകൊണ്ട് പൊടുന്നനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടാവുക മുഖ്യമന്ത്രിക്കാണ്, പിണറായി വിജയനാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ തൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആളുകളെ മാറ്റുന്നതിന് അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. മാറ്റില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല, പക്ഷേ അതിന് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രതിപക്ഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പൊടുന്നനെ മാറ്റുന്നതായിരിക്കില്ല. മുഖ്യമന്ത്രിയുടെ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞതിനെക്കുറിച്ച് ആരും പറഞ്ഞു കണ്ടില്ല. RSS കൂടിക്കാഴ്ചയിൽ തെറ്റില്ല എന്നാണ് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞത്. അതിനെയാണ് CPI വിമർശിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ നിർത്താം. RSSന്റെ നേതാക്കളെ കണ്ട ആളുകളെ എല്ലാം സസ്പെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടാകും സേനയിൽ ഇനി ബാക്കി? സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ എത്ര പേരുണ്ടാകും ബാക്കി? അതും ഒരു ചോദ്യമല്ലേ. പലതവണ ദത്താത്രേയ ഹൊസബളെ എന്ന RSSന്റെ സർക്കാർ വിവാഹം വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയിലും എറണാകുളത്തും വന്നിട്ടുണ്ട്. കൂടിക്കാഴ്ച നടത്തിയവരെല്ലാം പുറത്താക്കാനാണെങ്കിൽ അതൊരു ADGP MR അജിത് കുമാറിൽ നിൽക്കുമോ? ഈ ലാർജർ ക്വസ്റ്റ്യൻ മുന്നോട്ട് വെച്ചുകൊണ്ട് RSS നേതാക്കളെ പോയി കണ്ടത് ഒരു വലിയ അപരാധമാണ് എന്ന് കെട്ടിപ്പൊക്കുന്ന ആ സംഭവം അതില്ലാതാകും. കാരണം RSS ഇന്ന് കേരളത്തിൽ, രാജ്യത്ത്, ലോകത്ത് ഒരിടത്തും നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയല്ല. അതുകൊണ്ട് അതിൻ്റെ നേതാക്കളെ പോയി കാണണം എന്ന് താല്പര്യമുള്ളവർ കണ്ടിട്ടുണ്ട്, കാണും, നാളെയും കണ്ടെന്ന് വരും. അവരെ എല്ലാം സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. പക്ഷേ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ADGP RSSന്റെ നേതാക്കളെ തുടർച്ചയായിട്ട് 3 തവണ കാണുന്നതും മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് RSSന്റെ നേതാക്കളുമായി മാത്രമല്ല, അവിടെയാണ് അതല്ല പിന്നെ മറ്റ് സംഘടനകളുടെ നേതാക്കളെയും ഒക്കെ ഇതുപോലെ കാണുന്നുണ്ട്. അതൊക്കെ പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ് പക്ഷെ നമ്മുടെ മുന്നിലുള്ള സംഘടന RSS ആണ്. അതൊന്ന്. 2, സ്പീക്കർ ഷംസീറിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഷംസീറിന്റെ കാര്യത്തിൽ അല്ലേ, ഷംസീറിനെ കുറിച്ച് പക്ഷേ എനിക്കതിനകത്ത് വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷംസീർ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരസ്കരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള ഒരു പാർട്ടിയെ ഒരു പ്രധാന പാർട്ടി എന്ന് പറഞ്ഞൊരു ജനാധിപത്യത്തിന്റെ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രധാന സംഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. അതാണെങ്കിലും അല്ലെങ്കിലും RSS ഇപ്പോൾ വലുതായി കഴിഞ്ഞു. അല്ല, അത് എനിക്കതിനകത്ത് തർക്കമൊന്നുമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് സ്പീക്കർ ഷംസീർ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് അതായിരുന്നു. ഒരു പ്രധാന പാർട്ടി എന്നതാണോ RSSന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന നിർവചനം? അല്ല. അതിനെ ഒരു വർഗീയ സംഘടനയായിട്ടാണ് ആ പാർട്ടി കാണുന്നത്. സ്പീക്കർ എടുത്ത നിലപാട് തിരിച്ചാണ്. അതാണ് അതിനകത്ത് CPI തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. Meet the editors.